ഗൾഫിൽ ജോലി വാഗ്ദാനം ചെയ്ത് വ്യാജ വിസയും വ്യാജ ഫ്ലൈറ്റ് ടിക്കറ്റും നൽകി തട്ടിപ്പ് നടത്തിയ പ്രതി പാലക്കാട് പോലീസിന്റെ പിടിയിലായി. പത്തനംതിട്ട സ്വദേശി എമിലാണ് പിടിയിലായത്. ഗ്ലോബൽ പാത്ത് അസോസിയേഷൻ എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് പ്രതി 50ഓളം ആളുകളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തത്. പാലക്കാട് സൗത്ത് പോലീസിന് ലഭിച്ച 35ഓളം പരാതികളിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഗൾഫിൽ ജോലി വാഗ്ദാനം ചെയ്ത് വ്യാജ വിസയും വ്യാജ ഫ്ലൈറ്റ് ടിക്കറ്റും നൽകി തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിലായത്. പത്തനംതിട്ട സ്വദേശി എമിലിനെ പാലാരിവട്ടത്തെ ഓഫീസിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. പാലക്കാട് വാലിപ്പറമ്പിലെ ഗ്ലോബൽ പാത്ത് അസോസിയേഷൻ എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് പ്രതി തട്ടിപ്പ് നടത്തിയത്. ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റും തൊഴിൽരഹിതരായ യുവാക്കൾക്ക് ഗൾഫിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഓരോരുത്തരിൽ നിന്നും 1,20,000 രൂപ വാങ്ങിക്കുകയും തുടർന്ന് വ്യാജ വിസയും വിമാന ടിക്കറ്റും നൽകിയാണ് കബളിപ്പിച്ചത്. അപ്പോൾ ടിക്കറ്റ് ഇതേപോലെ ഞാൻ ട്രാവൽസിൽ ചെക്ക് ചെയ്ത് അപ്പോൾ അവർ ടിക്കറ്റ് വാലിഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സംശയം തോന്നി, ഇവരെ വിളിച്ചതിന് ശേഷം ഇവർ ഫോൺ എടുക്കുന്നില്ല. പിന്നെ എനിക്ക് ഇങ്ങനെ പറഞ്ഞു ബാക്കി എമൗണ്ട് ഓൺലൈൻ ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡയറക്റ്റ് കൊടുക്കാന്നുള്ള ലെവലിൽ സംശയത്തിന് പറഞ്ഞാൽ ഇവർ ഓഫീസിൽ വന്നായിരുന്നു. അപ്പോൾ ഇവർ ഓഫീസ് പൂട്ടി, അങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇവിടെ സ്റ്റേഷനിൽ വന്ന് പരാതിപ്പെട്ടത്. എയർപോർട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവർ ബുക്കിംഗ് ടിക്കറ്റാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏജൻസിനെ വിളിച്ച് ഇവർ എടുക്കണ്ടായില്ല. അവസാനം ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പോന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ വിളിച്ചിട്ടൊന്നും എടുക്കണ്ടായില്ല. അവസാനം എൻ്റെ പാരൻറ്റ് വിളിച്ച് ഞാൻ ഫോൺ എടുത്തു. പാരൻറ്റ് വിളിച്ച് അവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു മില നമ്മളെ 60,000 തരാണ്ട് പോകാൻ നോക്കി, അതുകൊണ്ടാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു കൂടെ ഉണ്ടായ ഒരാൾ ഫുൾ പേയ്മെൻറ്റ് തന്നായിരുന്നു, നല്ല ആൾക്കും എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. പാലക്കാട്ടെ ഓഫീസ് പൂട്ടുകയും പാലാരിവട്ടത്ത് സമാന പേരിൽ ഓഫീസ് ആരംഭിച്ച് പ്രതി തട്ടിപ്പ് നടത്തുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലായത്. എമിലിന്റെ പേരിൽ നേരത്തെ 11 കേസുകളുണ്ട്. ഇതിൽ പത്തനാപുരം, വിഴിഞ്ഞം, പാണ്ടിക്കാട് തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സമാന രീതിയിലുള്ള തട്ടിപ്പ് കേസുകളാണ്. കൊല്ലം സ്വദേശി ആൻസിയും തട്ടിപ്പിന് എമിലിനെ ഒത്താശ ചെയ്തതായാണ് പോലീസ് പറയുന്നത്. ഇവർക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജനം, പാലക്കാട്.